വിശുദ്ധ കൊച്ചു ത്രേസ്യ പരിശുദ്ധ അമ്മയുടെ അടുക്കൽ വന്ന് ഇങ്ങനെ പറയുമായിരുന്നു: അമ്മേ, ഞാൻ അമ്മയേക്കാൾ ഭാഗ്യവതിയാണ്. കാരണം എനിക്ക് ഇത്രയും അനുഗ്രഹിക്കപ്പെട്ട ഒരമ്മയുണ്ടല്ലോ, അമ്മയ്ക്ക് അതില്ലല്ലോ എന്ന്. പരിശുദ്ധ അമ്മയെ അത്രമാത്രം സ്നേഹിച്ചിരുന്ന ഒരു വിശുദ്ധയുടെ തിരുനാളാണ് ഇന്ന് ഒക്ടോബർ 1 വിശുദ്ധ കൊച്ചു ത്രേസ്യയുടെ തിരുനാൾ. അതുപോലെ തന്നെ ജപമാല മാസത്തിന്റെ ആരംഭവും ഒക്കെയാണ്. ഏത് വിശുദ്ധരുടെയും ജീവിതം പരിശോധിച്ചു നോക്കാം, എല്ലാവരും പരിശുദ്ധ അമ്മയെ അത്രമാത്രം സ്നേഹിച്ചിരുന്നവരാണ്. വിശുദ്ധ പാതിരെ പിയോ, ജീവിക്കുന്ന ജപമാല എന്നൊക്കെ അപരനാമത്തിൽ അറിയപ്പെട്ടിരുന്ന ഈ വിശുദ്ധൻ ഒരു ദിവസം 40-ൽ പരം ജപമാലകൾ ചൊല്ലിയിരുന്നു. ഈ പുണ്യവൻ നമ്മോട് പറഞ്ഞു വയ്ക്കുന്ന ഒരു കാര്യമുണ്ട്: സ്വർഗം നമുക്ക് തന്ന ഏറ്റവും ശക്തമായ ആയുധമാണ് ജപമാല എന്നുള്ളത്. ഭൂതോച്ചാരണം നടത്തിയിരുന്ന ഫാദർ ഗബ്രിയേൽ ആമോർത്ത് ഇങ്ങനെ പറയുന്നുണ്ട്: ഒരു നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥന നമ്മൾ ചൊല്ലുമ്പോൾ പിശാചിന്റെ നെറ്റിയിലേക്ക് ഒരാണി അടിച്ച് കയറ്റുന്ന അത്ര ദുസ്സഹമായ വേദനയാണ് അവൻ അനുഭവിക്കുന്നത് എന്നുള്ളത്. വിശുദ്ധ ലൂയിസ് ഡി മോൺഫോർട്ടിന്റെ ദിവ്യരഹസ്യങ്ങളുടെ പുഷ്പകിരീടം എന്ന പുസ്തകത്തിൽ പല വിശുദ്ധരുടെയും ജീവിതത്തിൽ നടന്ന പല സംഭവങ്ങളും എടുത്തു കാട്ടിക്കൊണ്ട് അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്: ഒരു നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥന നമ്മൾ ചൊല്ലുമ്പോൾ അതൊരു റോസാപ്പൂവായിട്ട് മാതാവിൻ്റെ അടുക്കൽ എത്തുകയും മാലാഖമാർ അതെടുത്ത് മാതാവിന് കിരീടം പണിയുകയും ചെയ്യുന്ന പല കാഴ്ചകളും പല അനുഭവങ്ങളും അദ്ദേഹം പങ്കുവെക്കുന്നുണ്ട്. ജീവിതകാലത്ത് ഒരുപാട് സഹിച്ച് മരിച്ച ഒരു പുണ്യവതി പിന്നീട് ഒരു ദർശനത്തിൽ വെളിപ്പെടുത്തിയ ഒരു കാര്യം ഇങ്ങനെയാണ്: ഒരു നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥന ചൊല്ലുവാനുള്ള യോഗ്യത എനിക്ക് ലഭിക്കുകയാണെങ്കിൽ എൻ്റെ ജീവിതകാലത്ത് ഞാൻ സഹിച്ചിട്ടുള്ള എല്ലാ സഹനത്തിലൂടെയും ഒരിക്കൽ കൂടി കടന്നു പോകുവാൻ ഞാൻ ഒരുക്കമാണ് എന്നുള്ളത്. ഈശോയിലേക്കുള്ള കുറുക്ക് വഴിയാണ് പരിശുദ്ധ അമ്മ, മാതാവിലേക്കുള്ള എളുപ്പ വഴിയാണ് ജപമാല. കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥം നമ്മെ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്: പിശാച് തൻ്റെ സർവ്വശക്തിയും ഉപയോഗിക്കുന്നത് ഒരു വ്യക്തിയെ പാപത്തിൽ വീഴ്ത്താനല്ല, ഒരു വ്യക്തിയെ പ്രാർത്ഥനയിൽ നിന്ന് അകറ്റാൻ വേണ്ടിയിട്ടാണ്. ഇത്രമാത്രം ശക്തമായിട്ടുള്ള ഈ പ്രാർത്ഥന ചൊല്ലുമ്പോൾ നമുക്കുണ്ടാകുന്ന മടുപ്പിന് കാരണം എന്താണെന്ന് ഇപ്പോൾ മനസ്സിലായില്ലേ? അതുകൊണ്ട് മടുപ്പ് കൂടാതെ ജപമാല എഴുതി പ്രാർത്ഥിക്കാനായിട്ട് നമുക്കൊരു തീരുമാനമെടുക്കാം. ഈ ഒരു ഒക്ടോബർ മാസം മുഴുവനും കൂടുതൽ ജപമാല ചെല്ലാനായിട്ട്, കൂടുതൽ പരിശുദ്ധ അമ്മയിലേക്ക് അടുക്കാനായിട്ട്, അങ്ങനെ കൂടുതൽ വിശുദ്ധരായി തീരാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും പരിശ്രമിക്കാം.